രോഗികളും ഡോക്ടർമാരും ഒരേപോലെ തുറന്ന് സംസാരിക്കാൻ മടിക്കുന്ന ഒരു അസുഖമാണ് ഇ ഡി എന്ന് കേട്ടെന്നാൽ ചിലപ്പോൾ പലർക്കും അറിയില്ല. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നാണ് അതിനെ പറയുക. അതുപോലെ പ്രീമച്വർ ഇജാക്കുലേഷൻ. തുടങ്ങിയ ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന നമ്മുടെ സമൂഹത്തിലെ കുഴപ്പങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും അധികമാണ് എന്നുള്ളതാണ് സത്യം. ഈ ഡി എന്ന് പറയണമെങ്കിൽ, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയണമെങ്കിൽ അതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ടാവണം. ഒരാൾക്ക് ഒരു ദിവസം എത്ര തവണ എഫക്റ്റീവായിട്ട് ബന്ധപ്പെടാൻ കഴിയും? പലർക്കുമുള്ളൊരു സംശയമാണിത്. ഒരു തവണ നമ്മൾ സെക്സിൽ ഏർപ്പെടാനായിട്ട് ഒരാൾക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ അത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻ്റർകോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇതിൽ റിഫ്രാക്റ്റീവ് പീരീഡ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് പലർക്കും പലതായിരിക്കാം. ഇപ്പോൾ ചില ആളുകൾക്ക് 5, 6, 7 പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുന്നവരുണ്ടാകാം. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്നില്ല. നമ്മുടെ മൂഡിലുള്ള ചേഞ്ചും നമ്മുടെ ഹോർമോണലായിട്ടുള്ള വേരിയേഷൻസും നമ്മുടെ ശരീരത്തിൻ്റേതായിട്ടുള്ള ആ അസുഖമില്ലാത്ത ആരോഗ്യമുള്ള അവസ്ഥയുമൊക്കെ പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രായം വെച്ചിട്ടും ആരോഗ്യാവസ്ഥ വെച്ചിട്ടും ഒരാൾക്ക് ദിവസം ഒരു തവണയെങ്കിലും എഫക്റ്റീവായിട്ടുള്ളൊരു സെക്ഷൽ ഇൻ്റർകോഴ്സ് സാധ്യമാണെങ്കിൽ അദ്ദേഹത്തിന് ഡി ഇല്ല, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാം. എന്നാൽ പലർക്കും ഇതിൽ ഭയങ്കര സംശയമാണ്. ഭാര്യയെ തൃപ്തിപ്പെടാൻ പറ്റുന്നുണ്ടോ, ആ ഭാര്യ വേറെ ആരുടെയെങ്കിലും കൂടെ പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും പേറി നീറി കഴിയുന്ന പുരുഷന്മാർ ഒട്ടനവധിയുണ്ട്. എന്നാൽ ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയണമെങ്കിൽ തന്നെ എൻ്റെ ക്രൈറ്റീരിയ ഇതാണ്: ഒരു തവണ പോലും ഒരു ദിവസം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന ക്രൈറ്റീരിയയിലാണ് പെടുത്തുക. അത് പലപ്പോഴും ആങ്സൈറ്റി നിമിത്തമായിരിക്കാം. അപ്പോൾ ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടോ എന്നറിയാനായിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഈ ഇറക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ പെനിസിലേക്ക് നല്ല രീതിയിൽ രക്തം ഇരച്ച് കയറുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പോലും പലരും മനസ്സിലാക്കുന്നില്ല. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളായിട്ടുള്ള പുകവലി, മദ്യപാനം, അതുപോലെ ഡയബറ്റിസ് പോലുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ അത് സങ്കീർണമായി തീരുക തന്നെ ചെയ്യും. കഞ്ചാവ് എന്ന് പറയുന്ന സംഗതി ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാക്കും എന്നുള്ളത് എത്ര പേർക്കറിയാം? കഞ്ചാവ് എന്ന് പറയുന്നത് നമ്മുടെ പുകവലി പോലെയാണെന്ന് പറഞ്ഞാൽ പോലും കഞ്ചാവ് ഒരു മരുന്നായിട്ട് കൺസിഡർ ചെയ്യുന്നാൽ അത് തന്നെ നമ്മുടെ സ്പേംസിൻ്റെ എണ്ണം കുറയ്ക്കുകയും മോട്ടിലിറ്റി കുറയ്ക്കുകയും, മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് അനങ്ങാനായിട്ടുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുത്തുകയും, അങ്ങനെയുള്ള കാലാകാലങ്ങളായിട്ട് കഞ്ചാവ് വലിക്കുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ, ഒന്നല്ല 100 കണക്കിന് പഠനങ്ങളിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകളിലാണെങ്കിലും കഞ്ചാവ് വലിക്കുന്നവർ, ഇന്ന് സ്ത്രീകളിലും കഞ്ചാവ് ഉപയോഗിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവർക്ക് പോലും ഈ ഡിലേയ്ഡ് ഓവ്യുലേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി വരാൻ സാധ്യത ഈ കഞ്ചാവ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ലഹരിയുടെ ഉപയോഗം കഴിവതും ഒഴിവാക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ നമ്മുടെ ഭക്ഷണശീലങ്ങളിലാണെങ്കിലും നമ്മുടെ ഒരുപാട് മധുരമുള്ള ബേക്കറി സാധനങ്ങളും മൈദയും അടങ്ങിയിട്ടുള്ള ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഒത്തിരി ഓയിലി ആയിട്ടുള്ള ഫുഡും ഫാസ്റ്റ് ഫുഡും എല്ലാം നമ്മുടെ ഈ പറയുന്ന സെക്ഷൽ ഫങ്ഷനിങ്ങിനെയും ബാധിക്കാനിടയുണ്ട്. അപ്പോൾ ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. മെയിനായിട്ടും ഇതിൽ നമ്മുടെ അൾട്രാസൗണ്ട്, അബ്ഡോമൻ സ്കാന്, സ്ക്രോട്ടം, പെനൈൽ ഏരിയ, അതിൻ്റെ വീനസ് അൾട്രാസൗണ്ടായിട്ട് നമുക്ക് കളർ ഡോപ്ലറായിട്ട് നോക്കാവുന്നതാണ്. നമ്മൾ വെരിക്കോസ് വെയിൻ്റെ കളർ ഡോപ്ലർ ചെയ്ത് നോക്കുന്നത് പോലെ തന്നെ ഇതിൽ ആർട്ടീരിയൽ ആൻഡ് വീനസ് ബ്ലഡ് ഫ്ലോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിനൈൽ അൾട്രാസൗണ്ടിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ നമ്മൾ ഈ ഇറക്ഷൻ ഉണ്ടാകുന്നേ ഇല്ലേ എന്നുള്ളത് നോക്കാനുള്ളൊരു ടെസ്റ്റുണ്ട്. നമ്മുടെ ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയത്ത് REM എന്ന് പറയുന്ന റാപ്പിഡ് ഐ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് പലപ്പോഴും ഇറക്ഷൻ ഉണ്ടാകാറുണ്ട്, നമ്മൾ പോലും അറിയാതെ. പലപ്പോഴും നമ്മൾ അതിരാവിലെ എണീറ്റ് മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ ലിംഗം ഉദ്ധരിച്ച് നിൽക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഈ REM സ്ലീപ്പിൻ്റെ സമയത്ത് പോലും ലിംഗം ഉദ്ധരിക്കുന്നില്ലേ എന്ന് നോക്കാനായിട്ട് നമ്മളൊരു സ്റ്റാമ്പ് ഒട്ടിച്ച്, അപ്പം പെനിസിൻ്റെ അവിടെ ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച് വയ്ക്കും. അത് രാത്രിയാകുമ്പോഴത്തേക്ക് ഇറക്ഷൻ സംഭവിക്കുമ്പോൾ ഈ സ്റ്റാമ്പ് പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറക്ഷൻ ശരിയായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കും. ഇനി അതുപോലെ വേറൊരു ടെസ്റ്റ് ഉണ്ട്, പൈപ്പ് ടെസ്റ്റ് എന്ന് പറയും. അത് പൈപ്പുമായിട്ട് ബന്ധമൊന്നുമില്ല, അതൊരു അബ്രീവിയേഷനാണ്. പിനൈൽ ഒരു ടെസ്റ്റാണ്, പെപ്പാവറിൻ ഇഞ്ചക്റ്റഡ് പിനൈൽ ഇറക്ഷൻ ടെസ്റ്റ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്, പൈപ്പ് ടെസ്റ്റിൻ്റെ. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ആവശ്യമെങ്കിൽ മാത്രം
നിങ്ങൾ ഡോക്ടർ ചിലപ്പോൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടേക്കാം. എന്നാൽ കൂടുതലും ഇത്തരത്തിലുള്ള സെക്ഷൽ ഡിസ്ഫങ്ഷന് കാരണമായി നിൽക്കുന്നത് ആങ്സൈറ്റി തന്നെയാണ്. നമ്മുടെ ഉത്കണ്ഠ എത്രത്തോളം കൂടുന്നു, മിക്കവാറും ആൾക്കാർക്ക് പാനിക് ഡിസോർഡറാണ്. നമ്മൾ പല രോഗികളോടും സംസാരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഒരു സെൻറ്റൻസ് സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഒരു 3-4 കാര്യങ്ങൾ മനസ്സിലോട്ട് വരും. അതുകൊണ്ട് തന്നെ ആ സെൻറ്റൻസ് പൂർണ്ണമാക്കാനായിട്ട് അവർക്ക് കഴിയാതെ വരും. ഇപ്പോൾ പലപ്പോഴും പല പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് ഒരു സഹോദരനോട് സംസാരിക്കുന്നത് പോലെ തുറന്ന് സംസാരിക്കാനായിട്ട് അതിന് യാതൊരു മടിയും കാണിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ രോഗികളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ പല പേഷ്യൻസും ടെൻഷനും ആങ്സൈറ്റിയും നിമിത്തം അവരുടെ ഈ സംസാരിക്കുന്നതിനിടയിൽ ഈ ചുണ്ടെല്ലാം ഇങ്ങനെ കൺട്രാക്റ്റ് ചെയ്യുന്നത് നമുക്ക് വിസിബിളായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് മാസ്ക് മാറ്റി സംസാരിക്കാൻ പറയുന്നതും അതിനു വേണ്ടിയാണ്. മുഖത്തെ പേശികളൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകും, ഈ ചുണ്ടുകൾ ഇങ്ങനെ വിതുമ്പുന്നതായിട്ടോ കൺട്രാക്റ്റ് ചെയ്യുന്നതായിട്ടോ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് നേരിൽ കാണാൻ പറ്റുന്ന പല പേഷ്യൻസിനെയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ അത് പലപ്പോഴും മരുന്ന് കൊടുത്താലല്ലാണ്ട് അത് ക്ലിയർ ആകത്തില്ല. നമ്മൾ എത്ര പേരെ കൊണ്ട് ഉപദേശിപ്പിച്ചെന്നാലും എത്ര പുരോഹിതരുടെ അടുത്ത് പോയി പ്രാർത്ഥിപ്പിച്ചെന്നാലും ചരട് കെട്ടിയെന്നാലും ഒന്നും ഇത് ശരിയാകാതെ വന്നേക്കാം. അതിന് മരുന്നുകൾ തന്നെ, മോഡേൺ മെഡിസിൻ്റെ സഹായം തന്നെ ആവശ്യമായി വരും. ഇതിന് ഈ ബിസിനസ് തന്ത്രങ്ങളിൽ പെട്ട് ഉഴലാതെ പല ചൂഷണങ്ങളിലും പെട്ട് നമ്മുടെ പൈസയും ആരോഗ്യം നഷ്ടപ്പെടുത്താതെ കൃത്യമായിട്ടുള്ള മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് തന്നെ സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത്, അത് ആയുർവേദമോ ഹോമിയോപ്പതിയോ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ഡോക്ടറുടെ അടുത്ത് തുറന്ന് സംസാരിക്കാനും അതിനു വേണ്ട ചികിത്സാ മാർഗം സ്വീകരിക്കാനും നോക്കുക. വിപണിയിൽ കാണുന്ന പരസ്യത്തിന് പിറകെ പോകാതെ ഇതിന് കൃത്യമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം ആവശ്യമാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.